തേക്കപ്പെട്ട സുന്ദരിയോ? ദാമോദരൻ പിള്ളയോ? ഇതിന്റെ പേരെന്താണത്? പരം സുന്ദരി. ഇത് പരം സുന്ദരല്ല, പരമനാറി. മാമ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഐശ്വര്യലക്ഷ്മി ഈസ് ഫാർ ഫാർ ബെറ്റർ ദാൻ ജാൻവി കപൂർ. മോളെ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. എടാ ഇത് ഓൺലൈനിൽ മലയാളം പഠിച്ചേതോ? വെറുതെ നാറ്റിക്കാൻ വേണ്ടിട്ട് ഓരോരോ പരിപാടി കൊണ്ട്. ചെന്നൈ എക്സ്പ്രസിൽ തമിഴന്മാരെ കൊന്നു. കേരള സ്റ്റോറീസിൽ ഫസ്റ്റ് ഇമ്പിളി ഒന്ന് വെട്ടി ചത്തില്ല ഇമ്പിള്. അത് കൊല്ലാൻ വേണ്ടി വന്നതാ, ചതയ്ക്കാൻ വേണ്ടി വന്നതാ. ഇനി ഇത് കഴിഞ്ഞാല് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കന്നഡ. ജാൻവിന്റെ ആ ഒരു ഫിഗർ കണ്ടു വെച്ച് എന്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറയല്ലോ. ലാംഗ്വേജ് ഉള്ളവര് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഈ നായിക എന്നാണ് പറഞ്ഞത്, നായി എന്നാണ് പറഞ്ഞത്. ഓന്റെ മോനെ തേങ്ങാന്ന് പറഞ്ഞു. തേങ്ങാന്നല്ല പറഞ്ഞത്. ജാൻവി കപൂറിനെ വെച്ചിട്ടൊരു സിനിമ എന്നുള്ളതാണ് അതിന്റെ ബേസ്. ജാൻവി കപൂർ കാ കൂട്ടാന്ന് പറയല്ലേ. ഇവിടെ അധികം നേരം പോസ് ചെയ്തൊക്കെ ഉണ്ടോ? മാറ്റ്. ആ കൊറേ ബാസികറിന്റെ ഹീറോ ആരാന്ന് പറഞ്ഞപ്പോ ബാസികർ ഭയങ്കര ഹിറ്റ് പടാണ്. മറ്റേ ആട് നമുക്ക് പാല് തരും, ആടിന്റെ അമ്മ നമുക്ക് പാല് തരും, ആടിന്റെ അമ്മ നമുക്ക് പാല് തരും. അതേപോലെ ഓല ചക്കനും കൂടി ഒരു പരിപാടി നമ്മൾ കണ്ടത്. ഓല 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 ഓല. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു ട്രെയിലറാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ട്രെയിലർ കണ്ടിട്ടാവാം ഇനി ബാക്കി. वैसे मैं तो थोड़े मस्ती वाले कन्फेशन एक्सपेक्ट कर रहा था। वैसे तुमने कभी चर्च में? छी, एक बार कॉलेज स्टाफ रूम में किया था, सिर्फ किस। तुमने भी ऐसा कुछ वाकई किया? हाँ, टेनिस कोर्ट में, बुर्ज खलीफा की बालकनी में, एक बार गाड़ी में और एक सब ट्रेन की रोशनी में। किस लड़की को कैसे पसंद है सब पता ना? क्यों तुम फंस रही हो? है तेरे प्यार। इस दुनिया में 810 करोड़ लोग हैं, लेकिन सच्चा प्यार एक ही से होता है। बस यही मेरी सबसे बड़ी प्रॉब्लम है। मैं തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളൈ, കേരള से। തേക്കപ്പെട്ട സുന്ദരിയോ? सचदेव दिल्ली से हमने यहाँ बुकिंग की है। वेलकम, कम कम। सुंदरी यहाँ पे मच्छर। ദാമോദരൻ പിള്ളയോ? तो ये व्यू कैसे देखूंगा? तो फिर खुला रखो। महीने हो गया था। मलेरिया के मच्छर सिर्फ रात को काटते हैं, दिन में क्या करूँ? मार दो। गुड एंटरटेनमेंट। मिला है तू मुझे जब से। तो तुम्हें हार कर भी लोगों का दिल जीतना आता है? हाँ, हार के जीतने वाले को बाजीगर कहते हैं। नहीं देखी मलयालम में डब हुई क्या? घटिया इंसान है यार तुम। सबकी फीलिंग्स के साथ खेलना शर्म नहीं आती? क्या घटा है ब्रो? अरे केला भाग लो वरना मारे जाओगे। हीर रांझा का रांझा भी तो मरा था। हीर भी तो साथ में मरी थी, मनु नहीं। ഒരു മലയാളം പാട്ട് കേട്ട് रजनीकांत तमिल सुपरस्टार। इट्स इंडिया, केरला मलयालम मोहनलाल, तमिलनाडु तमिल रजनीकांत, आंध्रा तेलुगु अल्लू अर्जुन, कर्नाटका कन्नड़ा यश। तुम्हारे लिए हर साउथ इंडियन मद्रास, ब्लडी नॉर्थ इंडियंस, ignorant, illiterate, arrogant titles, bloody take up। നമുക്ക് അഭിമാനിക്കാനല്ല, നമ്മൾ അപമാനിച്ചു എന്ന് വേണം പറയാനിത്. ഇതിന്റെ പേരെന്താണത്? പരം സുന്ദരി. ഇത് പരം സുന്ദരല്ല, പരമനാറി. അല്ല എനിക്ക് നമുക്ക് ലാസ്റ്റ് വരാം. ലാസ്റ്റ് ഇവർ പറയുന്നുണ്ടല്ലോ, ഈ ആന്ധ്ര
തെലുങ്കു അല്ലു അർജുൻ എന്നാണ്. അപ്പോൾ ഈ ചിരഞ്ജീവി ഒന്നും ഈ ലോകത്തില്ലേ? ഇവർ ഒന്നാമത് തെലുങ്ക് ഐ മീൻ ഈ ആക്ട്രസിന് നന്നായിട്ട് തെലുങ്ക് അറിയുന്നതാണ്. ചിരഞ്ജീവി പവൻ കല്യാൺ ഒന്നും മെൻഷൻ ചെയ്തില്ല, അത് പോട്ടെ. കന്നഡയിൽ എത്ര ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് മോഹൻലാലിന് സമം വെക്കാവുന്ന. യശ് ഓക്കെ ലെജൻഡ് തന്നെയാണ്, പക്ഷേ അതിനേക്കാളും മുകളിൽ പറയാൻ പറ്റും വിഷ്ണുവർദ്ധൻ സാറെ പറയാം, ശങ്കർ നാഗിനെ പറയാം, പിന്നെ ഇപ്പോൾ ഉള്ള ശിവണ്ണേനെ പറയാം. അല്ലെങ്കിൽ മോഹൻലാലിനെ മാറ്റിയിട്ട് പൃഥ്വിരാജിനെ പറഞ്ഞാൽ മതിയാണ്. അങ്ങനെ ഈക്വലൈസ് ചെയ്യാനും കറക്റ്റ്. ഇതില് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ? തേങ്ങാന്ന് ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. തേങ്ങാന്ന് പറയേണ്ടതില്ല. ശ്രദ്ധിച്ചു കേട്ടെ. Bloody tega! യജ്ജാതി. അതായത് അത് കേൾക്കുമ്പോ മറ്റേ ഷാജോൺ മറ്റേ പറഞ്ഞില്ല, നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്. മോളെ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്നുള്ളത്. എടാ ഇത് ഓൺലൈനിൽ മലയാളം പഠിച്ചതോ? ഇതെന്താ അറിയോ, ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തതാണ്. അപ്പൊ അതേപോലെ മൂപ്പത്തി പ്രൊണൗൺസ് ചെയ്ത്. എന്നാലും ഞാൻ വിചാരിക്കും ഏതെങ്കിലും ഒരു ഡയലക്ട് കോച്ചിനെയോ വേണ്ട ആക്ട്രസിനെ മലയാളത്തിൽ നിന്ന് എടുക്കാലോ. തേങ്ങ ഡബ് മാറ്റിയാൽ മതി. ഈ ഇത്ര കഷ്ടപ്പെട്ട് പറയുന്ന രീതിയിലേക്ക് ഡയലോഗ് ഇല്ല, ഇങ്ങനത്തെ ഒരു കഥ എടുക്കാണ്ടെന്നാ ആ സമാധാനം. ഇത് വെറുതെ നാറ്റിക്കാൻ വേണ്ടിട്ട് ഓരോരോ പരിപാടി കൊണ്ടുവരുന്നു. വെറുതെ വിടൂല. കാരണം ഞാൻ പറഞ്ഞത്, ഇത് ആദ്യം ചെന്നൈ എക്സ്പ്രസിൽ തമിഴന്മാരെ കൊന്ന്, പിന്നെ കേരള സ്റ്റോറീസിൽ ഫസ്റ്റ് ഇമ്പിളി ഒന്ന് വെട്ടി ചത്തില്ല ഇമ്പിള്, അത് കൊല്ലാൻ വേണ്ടി വന്നതാ, ചതയ്ക്കാൻ വേണ്ടി വന്നതാ. ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കന്നഡ. പാവങ്ങൾ ഇനി അവിടെ പോയി തീർത്തോളൂ ഇതിന്. ചെന്നൈ എക്സ്പ്രസിന്റെ ഒരു ടച്ച് വരുന്നുണ്ടല്ലോ എവിടെയൊക്കെയോ. എടാ ഇത് ചെന്നൈ എക്സ്പ്രസിന്റെ മീഷോന്ന് മേടിച്ച സാധനം, അത്രേ ഉള്ളൂ. അതിന്റെ കമന്റ് സെക്ഷൻ എടുത്തൊക്കെ ഭയങ്കര രസമാണ്. ഈ പടം തുടങ്ങി തീരുന്നവരാകെ ഓടുന്നു മാത്രമേ കാണിക്കുള്ളൂ ചങ്ങായി. സെയിം സീൻ 2 പ്രാവശ്യം ഉണ്ട്. ഈ സീന് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ, അതേ ബോറാ. പിന്നെ 2 പ്രാവശ്യം ഇടുന്നു. ഞാൻ ഇതില് ഇവര് ശരിക്കും ഇവര് മലയാളിയായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതിന്റെ ഓഡീഷന് പോയിട്ടുണ്ട്, മറ്റേ ആയിട്ടുള്ള. അപ്പോ കാസ്റ്റിംഗ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ടീമുണ്ട്, അവരാണ് അത് ചെയ്തിരുന്നത്, കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ നോക്കിയത് ഓടി വരുന്നതിൽ കേരളത്തില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ അതായത് നായകനും സുഹൃത്തും കൂടി ഇവിടെ നാട്ടിലേക്ക് തെരഞ്ഞു വരുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതാണ് അതിന്റെ പശ്ചാത്തലം തോന്നുന്നുണ്ട്, ഫുള്ള് നമുക്ക് അറിയില്ല. അപ്പൊ അതിനകത്തൊരു എന്താ പറയുക, ഒരു ഗ്യാരേജ് കെന്നഡി എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പിലെ ഒരു ഒരു വർക്ക്ഷോപ്പിലെ മേസ്ത്രി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതിന്റെ നമുക്ക് അന്ന് സ്ക്രിപ്റ്റ് ആയി തന്നത് ഓഡീഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ അത് ഓർക്കണം. ഈ ഓടി വരുന്ന അതായത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല നാട്ടിൽ വന്ന് ഇവരെ വീട്ടിലേക്കുള്ള വഴി അഡ്രസ് അന്വേഷിക്കുമ്പോൾ കാണുന്ന കുറെ റാൻഡം കഥാപാത്രം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് മലയാളം ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഓഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അങ്ങനെ പോയി പങ്കെടുത്തു. അത് ഭയങ്കര രസകരമായിരുന്നു. ഓഡിഷനൊക്കെ ഭയങ്കര എന്താ പറയാ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ വന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരാ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ പറയാ, ഇവർക്ക് മാറിപ്പോയി. ജൂനിയർ ആർട്ടിസ്റ്റിനെ അല്ലായിരുന്നു ഇവർ ഓഡിഷൻ ചെയ്യേണ്ടിയിരുന്നത്, ആക്ട്രസിനെ ആയിരുന്നു. അല്ല ജാൻവിന്റെ ആ ഒരു ഫിഗർ കണ്ടു വെച്ച്. എടോ എന്താടാ ഇതിനേക്കാളും ഭംഗിയുള്ള കുറെ മലയാളി നടിമാരുണ്ട്. ഭയങ്കര മിസ്മാച്ചാ കാസ്റ്റിംഗ്. മലയാളി നടിയെടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമ്പോ ഐശ്വര്യലക്ഷ്മിക്ക് ചെയ്യാലോ, അടിപൊളിയായി. എടാ നീ അതെ ഞാൻ പറയാൻ രാത്രി അയ്യോ എടാ, ഒരു സാധനം ഡീകോഡ് ചെയ്യാനുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഏലിയൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് തെക്കേ പാട്ടാണോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ എന്നൊന്നും തീരുമാനിക്കണം. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. हाय, मैं हूँ परम सचदेव दिल्ली से. हमने यहाँ बुकिंग की है. वेलकम. कम सुंदरी, यहाँ पे मच्छर बहुत है. खिड़की बंद रखो. तो ये व्यू कैसे देखूंगा? तो फिर खुला रखो. मैं तेकपट्ट सुंदरी दामोदरम पिल्लई, केरला से. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയല്ലോ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേക്ക്. ഇത് കറക്റ്റ് തെക്കേടത്തമ്മ അവാർഡ് കൊടുത്തവരെ തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളൈ. എടാ തേക്കപ്പെട്ട സുന്ദരിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? സുന്ദരി ദാമോദരൻ പിള്ളൈ എന്തോ പറഞ്ഞത്. തേക്കപ്പെട്ട സുന്ദരി എന്താണെന്നറിയോ, ഇത് എനിക്ക് ഓർമ്മ വന്നു. ഈ ക്യാരക്ടറിന്റെ പേര് സുന്ദരി എന്നാണ്. കേരളത്തിൽ ഇന്നേ വരെ നമ്മള് അല്ല എത്ര കോമൺ ആയിട്ടുള്ള കേരളത്തിലെ പേരുണ്ട്. ഐശ്വര്യ,
അങ്ങനെ എന്തൊക്കെ ഇടാം. ഇത് സുന്ദരിന്ന് ഇത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. സുന്ദരി മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. ഓട്ടോ ഓക്കെ മറ്റേ പടം മോഹൻലാൽ. ഞങ്ങൾ കേട്ടുള്ള സുന്ദരി എന്ന് പറഞ്ഞ പേര് വെച്ചാൽ ഏ ഓട്ടോ ലാലേട്ടൻ വിളിക്കുന്ന സുന്ദരി മാത്രമാണ്. ഇതെന്താന്നറിയാം, അല്ലേ സുന്ദരി സുന്ദരി പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത് ഇങ്ങനെ ഡബ് ചെയ്യണമെങ്കിൽ ഇവര് മണ്ടന്മാരൊന്നുമല്ലല്ലോ. ഇത് എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയാം, നമ്മളോട് പ്രതികാരം ചെയ്യാണ് ഇവര്. നമ്മളെ സിനിമയുടെ ഇൻട്രസ്റ്റിനെ തല്ലിക്കെടുത്താനുള്ള ഇവരുടെ മൂവാണിത്. നായിക വർഷങ്ങളോളം പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉള്ള ഒരാളായിരിക്കും, ജന്മനാട്ടിലേക്ക് വല്ലപ്പോഴും വരുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ആ ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കും. നായിക മലയാളിയാണ്, നാട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ നായകനും ലവറാ തോന്നുന്നുണ്ട്, കൂട്ടുകാരനോട് തേടി പിടിച്ചു വരുന്നതാണ് തോന്നുന്നത്. അതാ രണ്ടുപേര്. എടാ ഈ സംഭവം എന്താണത്, ഒരു കാലം മാത്രം കാണുന്നത്. അത് പോരാഞ്ഞിട്ട് അത് ആ പ്രിവ്യൂ കണ്ടപ്പോ മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവും, പോരാ എന്റെ മസിൽ നന്നായിട്ട് കാണുന്നില്ല, അടുത്ത ഷോട്ടിൽ മുണ്ടേ ഉരിക്കാളുന്നു. അതാണ്. അല്ല ഇവന്റെ ഓക്കെ, ഇയാളെ സൈഡ് ഓക്കെ, അവന്റെ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ വുമന്റെ നായികന്റെ ഭാഗത്തു നിന്നുള്ള ആണ് ഏറ്റവും പ്രശ്നം വരുന്നത്. നായികന്റെ ലാംഗ്വേജുള്ളവര് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഈ നായിക എന്നാണോ പറഞ്ഞത്, നായി എന്നാണോ പറഞ്ഞത്? അല്ല, ഇത്രയും കാലം ഇവർക്ക് മടുത്തില്ല ഈ കളരിപ്പയറ്റ്, വള്ളംകളി, ഇതൊന്നും അല്ലാതെ കേരളത്തിലേക്ക് ഇവർക്കൊന്ന് ഇറങ്ങിക്കൂടെ ഒന്ന് നന്നായിട്ട്? എടാ ആനേന്റെ പുറത്തിരുന്ന് ആടുക. ഏതായാലും ഇതിപ്പോ എന്നത്തേക്കാണോ പടം കണ്ടറിയാം. ഓഗസ്റ്റ് 29. നമുക്ക് ഈ തേങ്ങ മാത്രം കട്ട് ചെയ്തിട്ട് വല്ല SMS റിംഗ് ടോണും വെക്കാം, ഐ മീൻ നോട്ടിഫിക്കേഷൻ സൗണ്ടും വെക്കാം. കേട്ടെ, ഓന്റെ മോനെ തേങ്ങാന്ന് പറഞ്ഞു. അതെ ഇംഗ്ലീഷിൽ എഴുതിയതാണ്, THENG, തേങ്ങ. വായിച്ചതാ കറക്റ്റ്, തേങ്ങ. സംഭവില്ലേ, ഇവളെ ആക്ട് ചെയ്ത് ഓവറാക്കിയിട്ട് ഇവളെ ലിപ്പിനനുസരിച്ച് ഡബ് ചെയ്തായിരിക്കും. അതാ ഇങ്ങനെ ആയി പോയിണ്ടാവും. ഇവളെന്നെയാണ് ഇവള് തേങ്ങാന്നല്ല പറയുന്നത്. അവരെന്നെ ഡബ് ചെയ്ത് തോന്നുന്നത്, അതാണ് ഇതിന്റെ സംഭവം. അത് മാമ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഐശ്വര്യലക്ഷ്മി ഈസ് ഫാർ ബെറ്റർ ദാൻ ജാൻവി കപൂർ. അഭിനയം ചിലപ്പോ എത്തുമായിരിക്കും, പക്ഷെ as per the ലുക്ക് ഞാൻ ജാൻവിയെ സപ്പോർട്ട് ചെയ്യുന്നു. ലുക്ക് ഏടിയാണ് നമുക്ക് ഇതില് ലുക്ക് കാണുന്നത്. നിഖില വിമലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു? നിഖില വിമൽ ഞാൻ നിഖില വിമലിനെ അനുകൂലിക്കുന്നു. നിഖില വിമല് ഈ ഒരു ടച്ചില് വരൂല. ഈ ഓപ്പോസിറ്റ് നിൽക്കാനുള്ളൊരു പവർ ഇല്ല നിഖില വിമൽ. അതായത് സിദ്ധാർത്ഥ്, ഐ മീൻ തണ്ടും തടിയും പറയില്ല, അത് കറക്റ്റ് ഒന്ന് മാച്ച് ആവണല്ലോ. അത് തോന്നുമ്പം ഏട്ടനും അനിയത്തിയും പോലെ വരരുതല്ലോ. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഐശ്വര്യലക്ഷ്മി എനിക്ക് കുറച്ചുകൂടി തോന്നുന്നു. കാരണം എനിക്ക് ആ നിഖില വിമലിന്റെ മിസ്മാച്ച് എവിടെയാണ് അടിച്ചതെന്ന് വെച്ചാൽ, ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജിന്റെ അനിയത്തിനെ പോലെ ഒരു ഫീൽ അടിക്കുക എന്തോ ഒരു. ഐശ്വര്യലക്ഷ്മി ആവുന്ന സമയത്ത് നമ്മള് വളരെ ഐശ്വര്യലക്ഷ്മി ഫാൻസ് ആയി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതെ, അല്ല ഞാനേ ഐശ്വര്യലക്ഷ്മിന്റെ ഒരു ഫോട്ടോ കണക്ക് കാണിച്ചു തരാം മാമ, വിത്ത് ഈ സാരി. വേണ്ട, ഞാൻ കണ്ടിക്ക്. കണ്ടിക്കോ, അത് കണ്ടോ? ഇതും ഒന്ന് നോക്ക്, ഇത് നോക്ക്, ഇത് നോക്ക്. എന്താ പറയാ, എനിക്ക് ജാൻവിനെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും മാറി ചിന്തിക്കാൻ പറ്റുന്നത്. അതെ, അല്ല ഒരു മിനിറ്റ്, ജാൻവിയുടെ ഏത് പടം ഈ കണ്ടിട്ടുള്ളത്? പടമൊന്നും കണ്ടില്ല, ജൂനിയർ എജാതി സ്റ്റീരിയോടിപ്പിക്കൽ. നമ്മളെ വീട്ടിൽ എന്താ ഫാനും AC ഒന്നും ഉണ്ടാവൂലേ? നമ്മളെ മലയാളിക്ക് എന്താ ഒരു ഫാൻ മേടിക്കാനുള്ള? ഇത് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് പുതിയ വേർഡ്സ് വരാണ്ടാവും. ഓ അത് ശരിയാ. ഇപ്പൊ തേങ്ങല്ലേ കേട്ടുള്ളൂ, ഇനി ആന, ചക്ക, മാങ്ങ, തോണി, പുഴ, കൊറേ സാധനം വരാനുണ്ട്. ഇവ മറ്റേ തെങ്ങുമെന്ന് വീഴുന്നുണ്ടോ? പിന്നെ കേരളല്ലേ തെങ്ങ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് സ്ക്രിപ്റ്റ് റൈറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. സാർ കേരളമാണ്, തെങ്ങ് എന്തായാലും വേണം ഒരു സീനില്. ഒരു താഴെ ഷോട്ട് 8 ഇറങ്ങുന്ന പോലെ ഇറങ്ങി വരും താഴോട്ടേക്ക്. പക്ഷെ പാട്ട് നൈസല്ല, ഈ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്ന നൈസായിട്ട്. രണ്ട് പാട്ട് എനിക്ക് ഇഷ്ടമായി. ഒന്ന് ആ മെലഡി ഇഷ്ടമായി, ആ മറ്റേ ലാസ്റ്റ് ആ സംഭവം ഇഷ്ടമായി. പിന്നെ ആ വള്ളംകളി ഷോട്ട് ടെക്നിക്കലി ബ്രില്യന്റ് KV കറക്റ്റ്. കാസ്റ്റിംഗ് എല്ലാം പാളിയിട്ടില്ല, ഒരാളെ പാളിയിട്ടുള്ളൂ. മതിയല്ലോ, ജസ്റ്റ് നായിക അത്രല്ലേ ഉള്ളൂ സൈഡ്. ജാൻവി കപൂറിനെ വെച്ചിട്ടൊരു സിനിമ എന്നുള്ളതാണ് അതിന്റെ ബേസ്. ജാൻവി കപൂർ, ജാൻവി കപൂർ. എടാ മറ്റേ ഇത് ബാന വേടാ തോന്നിയ ദിവസം പറഞ്ഞാല്. അല്ല നീ കപൂർന്ന് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ, മറ്റേ കപൂറായി എന്ന് പറയുന്ന പോലെ ജാൻവി കപൂർ. കാ കൂട്ടാന്ന് പറയല്ലേ.
ഇതിന് മാത്രം ചൂലും കൊടുവാളും ഇതൊക്കെ അവർ സംഘടിപ്പിച്ചോളൂ. എന്തായാലും നല്ലൊരു ചേസ്. ആ സീൻ 2 പ്രാവശ്യം ഇട്ടെന്ന് എനിക്ക് ഓരോ ആൾക്കാരെടുത്തേ ആ സീൻ എടുത്തേ നായകൻ ഓടുമ്പോ നിങ്ങൾ ഓരോ ടൂള് കൊണ്ട് വേണം അടിക്കാൻ പോരുന്നത്. ആൾക്കാരെടുത്ത് ഓരോ ആൾക്കാരും ഓരോ ടൂളാ. കറക്റ്റ് ടൂള് അങ്ങനെയല്ല കണ്ടോ, കണ്ടിന്യൂസ് ചെയ്യുന്ന സാധനങ്ങളില്ല. ഒരു ചൂല് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്തും വെവ്വേറെ വേറെ സാധനങ്ങളാ. ഒരുത്തനവിടെ കിടന്നിട്ട് ക്യാമറ നോക്കുന്നുണ്ട്. എന്താറിയോ ഇത് അതൊക്കെ മിക്കവാറും കേരളത്തിൽ നിന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്താ അറിയോ, ഒരു ബോളിവുഡ് സിനിമയില് ഫേസ് കാണാൻ പറ്റുന്ന സാധനമല്ല. എല്ലാവരും മാക്സിമം എക്സ്പെക്ട്. ഇപ്പൊ നമ്മളാണെങ്കിലല്ലോ, നമ്മൾ പണ്ട് നമ്മള് സാൾട്ട് മാംഗോ ട്രെയിനിന്റെ ഷൂട്ട്. അടുത്ത കോമഡി, ഒരുത്തൻ എന്തോ ദുരന്തം ചെയ്തിട്ട് ഓരോ തല്ലാൻ പോകുമ്പോ ചിരിച്ചിട്ടൊക്കെ ആൾക്കാർ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമ്മൾ മറ്റേ സാൾട്ട് മാംഗോ ട്രെയിനിന്റെ ഷൂട്ട് വന്ന സമയത്ത് നമ്മളോട് നടക്കാൻ പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെ കാണിച്ചത്, സീനിൽ വരാൻ വേണ്ടി കുറെ നമ്മളിട്ട് സീനിൽ എവിടെയോ ബ്ലറായിട്ട് ബാക്കിലൂടെ പോണ സാധനം. ഒരു എറുമ്പ് പോകുന്നവരെ കണ്ടാലായി. ഞാനൊക്കെ ആക്ഷൻ ഇട്ട് ഇങ്ങനെ പറഞ്ഞത്. ഒന്നാമതിൽ കുറെ സീനും ഷോട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ട്രെയിലറിൽ പോലും കണ്ടന്റ് ഭയങ്കര കുറവാ. ഒരേ സീനിനെ തിരിച്ച് മറിച്ചൊക്കെ വെച്ചിട്ടുള്ളൂ. അത്ര കാണിക്കാനുള്ളൂ മെയിൻ ആയിട്ട് തോന്നുന്നു. അല്ലടാ, അത് സാധനമല്ല, ആ ഒരു പടത്തിന്റെ മേക്കിംഗ് എന്നുള്ള രീതിയിൽ കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി സംഭവം അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. കളരിപ്പയറ്റിന്റെ തനിമ നിലനിർത്താൻ വേണ്ടിട്ട് നായകൻ ചട്ടിയിൽ മണ്ണ് വാരി എറിയുന്നൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ മലയാള സിനിമേന്റെ ഒരു വാല്യൂ വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയി നിൽക്കുന്ന ഇൻഡസ്ട്രി ആണല്ലോ. അപ്പൊ നമ്മളെ ബേസ് ചെയ്തൊരു കഥ അവർക്ക് രക്ഷപ്പെടും. ഇവിടെ അധികം നേരം പോസ് ചെയ്തൊക്കെ ഉണ്ടോ മാറ്റ്. ആ കൊറേ ഇവിടെ വന്നിട്ട് പറയൂ മാമൻ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന വെറുതെ. എന്നാലും മാമ അത്ര പൊളിയൊന്നല്ലടാ. പക്ഷെ സിദ്ധാർത്ഥ് മൽഹോത്ര മൂപ്പര് ഇനിയും കൊള്ളാം. മൂപ്പരെ ചാംനെസ് ആൻഡ് ക്യൂട്ട്നെസ് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. കൊഴപ്പില്ല, പക്ഷെ പിടിച്ചില്ല. അല്ല, ഒരുമാതിരി തൊട്ടിച്ചോദ്യം കേട്ടോ ചോദിക്കുന്നത്. ഇത് നമ്മളെ മലയാള സിനിമയിലെ ഈ ചോദ്യം എന്ന് വെച്ചാൽ വിവാദമായേനെ. പള്ളീൻ്റെ അകത്ത് കളിച്ചിട്ടുണ്ടോന്ന് കേക്ക് സ്റ്റാർട്ടിങ് കേക്ക്. ഒരു മിനിറ്റ്. എജ്ജാതി തോന്നിയാസാണ് കേട്ടെ. അതായത് ഞാൻ കുറച്ച് നോട്ടി ആയിട്ടുള്ള കൺഫെഷൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ ചർച്ചിന്റെ അകത്തുനിന്ന് എന്തോന്ന് പള്ളിക്കകത്ത് ഇത് എന്തോന്ന് കിങ്കാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. പേരൊന്ന് മാറ്റാം സാർ. പരമസുന്ദരി അല്ല. അല്ല, അത് ഇംഗ്ലീഷ് ഹിന്ദിയിൽ വായിക്കും പരമനാരി. അപ്പൊ നീ നേരത്തെ കേട്ടിട്ടില്ലല്ലോ. ഇനി ഇവൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവൻ കളിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. ആ പെൺകുട്ടി പറയാണ് സ്റ്റാഫ് റൂമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് വെറും കിസ് സ്കൂളിലെ കോളേജിലെ ക്ലാസ് റൂം. ഇനി ഇവന്റെ സ്ഥലങ്ങൾ കേട്ടോ, അതാണ് ഹൈലൈറ്റ്. അച്ചാർ വിളമ്പി പച്ചടി വിളമ്പി പറഞ്ഞു. ഈ ടെന്നീസ് കോർട്ടിൽ എങ്ങനെ അവസരം കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ബോള് വായിലൊന്തി കേട്ടിട്ട് പറ്റിക്കാൻ വേണ്ടി പറയുന്ന അങ്ങനെ ഇവനെന്തോ ഇരട്ടക്കുഴൽ തോക്കേറ്റ് ഇറക്കുന്നു കേട്ടോ, വെടിവെപ്പ് വീര്. എന്തായാലും സൗത്തിൽ ഓടൂല പടം, പേടിക്കാല്ല. നോർത്തിൽ ഓടിയാലായി. ഇല്ല, ഇത് കേരളത്തിൽ ഓടാൻ തുടങ്ങി കണ്ടില്ലേ. ഇല്ല, കേരളത്തില് എന്തായാലും എല്ലാരും കാണും. നമ്മളെ എങ്ങനെ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയണല്ലോ. അത്രേ ഉള്ളൂ, പൈസ കൊടുത്ത് കാണാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഏതെങ്കിലും ഒരു സിനിമയിൽ ഇതൊന്നും അല്ലാത്തൊരു മലയാളീനെ കാണണം എനിക്ക്. അതായത് ഈ മോഹിനിയാട്ടമില്ല, മുല്ലപ്പൂ ഇല്ല, ഒരു 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 വേറെ തന്നെ അങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ വെറും. ചിലപ്പോ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കോടാ. അങ്ങനെ എടുത്തു കഴിഞ്ഞാലേ അവർക്ക് മനസ്സിലാവല്ലോ. ഇവര് ഈ പാരമ്പര്യം കാട്ടാൻ വേണ്ടി വലിയൊരു കൊട്ടാരും പിന്നെ 2 തോണി പോണതും കഥകളിയും ഡാൻസും കൊറേ ഓർണമെന്റ്സ് വെച്ചിട്ട് എല്ലാം ആയിന്ന് വിചാരം. മറ്റേ സീരിയലത്തെ മാതിരി എന്നും സാരി എടുത്തിട്ട് രാവിലെ സർവാഭരണ വിഭൂഷിതയായിട്ട് വരുമല്ലോ. നമ്മളെ നാട്ടിലും
കൾച്ചർ അത് മൊത്തത്തിൽ അത് ഈ വ്യത്യസ്തമാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുവിധം എല്ലാ കേരള തറവാട് കാണിക്കുമ്പോഴും വീട്ടിന്റെ മുമ്പിൽ ഒരു 1000-2000 തേങ്ങ കൊണ്ടിടും. ഈ തേങ്ങ കച്ചവടം ചെയ്തിട്ടുള്ള വീട്ടിൽ നിന്ന് ആയോണ്ട് പറയാ ഇപ്പൊ അത്രയൊന്നും തേങ്ങ ഇല്ല. ഇപ്പൊ അത്രയൊന്നും ഇല്ല, വലിക്കാനില്ല ഇത് അത്രയും. രണ്ടൊന്ന് പണിക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ ഇന്നത്തെ മാത്രം അല്ല ഇപ്പൊ മെജോറിറ്റി വലിക്കുന്ന പറമ്പ് തന്നെ കൊടുത്തു വിടുകയാണ് ഈ, അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി അത് ഇട്ട് പൊളിച്ച് കൊപ്പരയാക്കി വിൽക്കുന്ന കാലൊക്കെ ഒരുവിധം എല്ലാരും നിർത്തി തുടങ്ങി. ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് ഇതിന് വളടാൻ നേരമില്ല. സത്യം, ആരാ നാട്ടിൽ ആരാ ഉള്ളത്? അതല്ലാതെ തേങ്ങക്ക് ഇപ്പൊ ഡിമാൻഡ് ആയല്ലേ, സാധനം കുറവായിട്ട്. ഇതുവരെ വില ഉണ്ടായിരുന്നോ? വളരെ ഡൗൺ അല്ലായിരുന്നോ? തേങ്ങ കച്ചവടം പിന്നെ ട്രെയിലർ കഴിയട്ടെ. അല്ല അത് പോയിന്റ് അല്ല. ഇത് എനിക്ക് 100% ഉറപ്പാണ്. ഇത് എന്തോ ഇങ്ങനെ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ വന്നൊരു സീനായിരിക്കും. അപ്പൊ പിന്നെ കൊടുവാള് ഓഫ് കോഴ്സ് കാണിക്കണല്ലോ. ഇതാണ് നായകനും കൂട്ടുകാരനും കൂടി അവസാനം തേടി പിടിച്ച് വീട്ടിലെത്തി അഡ്രസ് ഒക്കെ ചോദിക്കാൻ സീൻ. എനിക്ക് ഇതെന്താ, ഇത് ഇവൻ മര്യാദരാമനാണോ ഈ സംഭവം? അതിന്റെ വല്ല റീമേക്കും ആണോ അത്? അതല്ല, ചെന്നൈ എക്സ്പ്രസ് മര്യാദരാമെല്ലാം മിക്സ് ആയ പറയുന്നു. നമ്മളടുത്ത് അതായത് ഇവര് വരുന്ന വഴിക്ക് ഓരോരുത്തരോടും വഴി ചോദിക്കും. അതിൽ അവിടുത്തെ ഒരു വർക്ക്ഷോപ്പുകാരനാണ്, അവിടുത്തെ ഒരു ഗുണ്ടയായ വർക്ക്ഷോപ്പുകാരൻ. അതായിരുന്നു നമുക്ക് കിട്ടിയ ക്യാരക്ടർ. അപ്പോ ഈ സുന്ദരിനെ പക്ഷെ നാട്ടിലെല്ലാവർക്കും അറിയാം, ഭയങ്കര സംഭവമാണ്. അതാണ് അത്ര ഫേമസ് ആയ പെൺകുട്ടീനെയാണോ ഇവൻ നോക്കി വരുന്നത്? അങ്ങനെയല്ല, ഇവള് പഠിക്കാൻ പോയത് എവിടെ ആയിരിക്കുമല്ലോ, അവിടുന്ന് നമ്മള് നാട്ടിൽ തിരിച്ചു പോകുന്നു. അതായിരിക്കും ഇത് ഏത് കാലത്ത് നമ്മള് വിട്ടാന്നറിയോ? ഫ്രണ്ട്സിൽ വിട്ടതാ. പഠിക്കാൻ പോയ പപ്പിക്കുട്ടി, മറ്റേ വയസ്സായ ആള് വരുമ്പോ പറയില്ലേ പണ്ട് പോയതായിരിക്കും ഡൽഹിയില്. അതെ, ആ സാധനമാണ്. എടാ 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 ഇത് ചിലപ്പോ ഇവിടെ കല്യാണം കൂടെ വന്നതായിക്കൂടെ? അങ്ങനെയൊക്കെ ആവാം. നമ്മള് അതിന് ചാൻസ് ഇല്ല, പന്തല് കാണില്ല. എന്നിട്ട് ഇവരിങ്ങനെ വീട്ടിൽ താമസിക്കും. അപ്പം ഞാൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിക്ക് കല്യാണം ഉറപ്പിച്ച് ആ വീട്ടിലേക്ക് എല്ലാ സിനിമയിലും ചെന്നൈ എക്സ്പ്രസ് പോട്ടെ, മര്യാദരാമൻ, ഇതിലൊക്കെ ഉള്ള പോലെ അവരുടെ ഒരു സുഹൃത്ത് വരുന്നു. എന്നിട്ട് എന്തോ സ്വന്തം കുടുംബത്തെ പോലെ നമ്മൾ അങ്ങനെ തന്നെ അതിഥി സൽക്കാരമൊക്കെ കറക്റ്റ് തന്നെ. പക്ഷേ ഈ കല്യാണ പെണ്ണിനെ തന്നെ ലൈൻ അടിക്കാൻ നമ്മൾ അനുവദിക്കുമോ? എന്നിട്ട് അത് കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് പോവുകയും ചെയ്യും. വളരെ ഇത് ഒരു പടക്കം ഓക്കെ ധന്യല്ല റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അലമ്പ് പരിപാടിയാണിത്. പക്ഷെ ജാൻകിനെ കാണണമെങ്കിൽ തിയേറ്ററിൽ പോവാം, ചെയ്യാം. ഇപ്പോഴും കണ്ടൂടെ? ഒരു പടം തിയേറ്ററിൽ പോയിട്ട് ഒരു മുഴുവൻ ജാൻവി കപൂറിന്റെ പടം കാണാത്ത നീയാണ്. ഹെലൻ ഇല്ലേ മലയാളത്തിലെ, അതിനെ അവര് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ. സോറി, പിന്നെയും ഇവിടെ പോസായി പോയി. നെക്സ്റ്റിലേക്ക് പോവാം. അതെ, ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നതായിരിക്കും അല്ലേ? ഇത് ഒരു പ്രാവശ്യം കൂടി ഇവള് തേങ്ങ വിളിക്കുന്നുണ്ടല്ലോ ഇവിടെ, ഒന്ന് കേട്ടോ വയ്ക്കാം. ആ എന്താടാ വിളിച്ചേ? അല്ല ഇത് മറ്റേ കാളകയ ഭാഷയാന്ന് തോന്നുന്നു. ഓഗസ്റ്റ് 29 തേങ്ങന്റെ ചൈനീസ് വേർഷൻ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇതൊന്ന് ഡീകോഡ് ചെയ്യടാ, ഈ ഭാഷ എന്താണ്? കൊരങ്ങ. ഓ എന്റെ മോനെ, കൊരങ്ങന്നുള്ളൊരു വാക്കോ? ഇതിന് പരമസുന്ദരി പാട്ട് കേൾക്കുന്നത് ഏതോ നായർ തറവാട്ടിലെ കുട്ടിയാന്ന് തോന്നുന്നു. നമ്പൂരി, അതെ നമ്പൂരി ഭാഷ ചോദിക്കണം. മ്യാമന്മാരെ മനസ്സിലായോ മ്യാക്കൾക്ക്? നമ്പൂരി കുട്ടിയാ. എടാ നമുക്ക് റിവെഞ്ച് എടുക്കണടാ. നമുക്ക് ഹിന്ദിയിൽ ഇതേപോലെ മറ്റേ ഇത് കണ്ടില്ലോ, കഥകളിയെ കണ്ടില്ലല്ലോ. അത് മിസ്സായതായിരിക്കും ട്രെയിലറിലിടാൻ. കാണിക്കട്ടെ, ഒപ്പനൊക്കെ ഉണ്ടാവായിരിക്കും. ഇവൻ വന്ന അന്ന് രാത്രി എന്തായാലും കഥകളി കാണും. അതാണ് അതിന്റെ ഒരു അല്ല നമുക്കേ SDA ഇത് ഓർമ്മിച്ച് വെച്ചോ, നമുക്ക് റിവെഞ്ച് എടുക്കണം. നമ്മൾ കുറേ കാലം റിവെഞ്ച് എടുത്താൽ ഹിന്ദിക്കാർക്ക് മനസ്സിലാവില്ലല്ലോ, പൊട്ടന്മാരല്ലേ. അത് മനസ്സിലാവാനും ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഹിന്ദി നായികനെ നമ്മൾ ഇതിന്റെ കറക്റ്റ് ഉൾട്ട ഗവിയ. ചെന്നൈ എക്സ്പ്രസിന്റെ ഉൾട്ട, അതായത് മുംബൈ എക്സ്പ്രസ് അത് ഓൾറെഡി ഉണ്ടല്ലേ. വേണമെങ്കിൽ ഡൽഹി എക്സ്പ്രസോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം. പൂനെ എക്സ്പ്രസ്, ആ അത് കേൾക്കാനൊരു സുഖമുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഇങ്ങനെ സ്റ്റീരിയോടിപ്പിക്കൽ ഹിന്ദി വീട്ടിലേക്ക് നമ്മളിങ്ങനെ ഹിന്ദിക്കാരെ വീട്ടിലേക്ക് നമ്മളെ നായകൻ പോകുന്നത് SDA തന്നെ റോള് ചെയ്യണം. ഒരൊറ്റ പടം മതി. ഓരോ കുറച്ച് തെറിയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇങ്ങനെ കൊരങ്ങിയ പോലെ അങ്ങോട്ട് വളയ്ക്കണം. ഓരിക്ക് ക്രിഞ്ച് അടിക്കണം. ഓരിങ്ങനെ പോകുമ്പോ ഇങ്ങനെ പ്രാവ് പറക്കണം വലിയ ബിൽഡിങ്ങിന് മുമ്പ്. പിന്നെ എന്താണെന്നറിയോ, വീട്ടിൽ കയറുമ്പോ തന്നെ ആൾക്കാർ സ്വീകരിക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടതെന്നറിയോ, മറ്റേ വിമലെടുത്ത് തുപ്പണം മുഖത്തേക്ക്. മറ്റേ ഇത് പാണ്ടിപ്പടയിലില്ലേ മറ്റേ ഇത് തുപ്പുന്നത്, അതേപോലെ വരിക ഇരിക്കത്തു.
പിന്നെ 10 ആള് പറക്കണം. ആ പിന്നെ എപ്പോഴും ചോദിക്കുമ്പോഴും നമുക്ക് അറിയുന്ന പലഹാരങ്ങൾ മാത്രം, വടാപ്പാവ് മാത്രം, വേറൊരു ഹിന്ദി ചോലെ ഭട്ടൂരെ വടാപ്പാവ്, വേറെ ഒന്നും പാടില്ല. വീട്ടിൽ നിൽക്കുമ്പോ ഈ കേട്ടേക്കറിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് സ്കൂളിൽ ചേർത്താൻ പോയവരുണ്ട്. അത് കിച്ചണിലാടാ. അടുക്കളയിൽ ഷോൾഡർ കാരണം മാച്ചാണില്ല. ആ ഒരു മാച്ചും ഇല്ല. ഷമ്മീസ് പോലുണ്ട്. ഒരു കാലം വീടിന്റെ ഉള്ളിൽ തൊപ്പി വെച്ച് നടക്കുന്ന കൂട്ടുകാരെ. തരക്ക് സുഖമില്ലാത്ത പരിപാടിയാണിത്. എന്തായാലും എന്തൊക്കെയോ ഫോട്ടോസ് ഒക്കെ പുറകിലുണ്ട്. അച്ഛനപ്പൂപ്പന്മാരെ ഫോട്ടോസ് ഒക്കെ. പണ്ടത്തെ ആനയുടെ തറവാടിത്തം കാണിക്കാൻ ആനയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആണോ ഇഡ്ഡലി പാത്രം കമത്തി വെച്ചൊരു സാധനം? ഏ ഇഡ്ഡലി പാത്രം അത് പഴയ സ്വിച്ചാണ്. അത് സ്വിച്ച് അതങ്ങനെയാണ്. ആ അത് സാധാ സ്വിച്ച് ആണ്. അത് നോർമൽ സ്വിച്ച്, റെഗുലേറ്റർ അല്ല, സ്വിച്ച് ആണത്. അങ്ങനെ ഉണ്ട് പഴയ സ്വിച്ച്. അപ്പൊ നടുമുറ്റുള്ള വീടാണ് എന്തായാലും. ഇവൻ കാല് കാണിച്ച് ഓടൽ തന്നെ അവന്റെ പരിപാടി മൊത്തം പടത്തില്. കുതിരക്കാലില്ലേ അവന്റെ കാലി? കണ്ണ് വെക്കല. നോക്കി നോക്കി പെട്ടെന്ന് കണ്ടപ്പോഴേ ഈ ജാൻവി കപൂറിന്റെ കാലിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേനു. ജാൻവി കപൂർ എടാ നമ്മളെ കപൂർ എന്ന് വൃത്തിയിൽ പറയാൻ പഠിക്കടാ ഫസ്റ്റ്. ജാൻവി അതൊക്കെ എന്തോ ഏതേനും പാട്ട് മനസ്സിലായി. മറ്റേ കാല് ചവിട്ടി ഭയങ്കര ഫേമസ് പാട്ടല്ലത്. ആ പാട്ടേ കേട്ടിട്ടുണ്ട്. ഓ ഇത് കണ്ടിട്ട് ഈ ഫാനായത്. ഇതാണ് സംഭവം. ഇതിലും അത്ര സെഡക്റ്റീവ് ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ഞങ്ങൾക്ക് എന്താ വേണ്ട കൂടുതലായിട്ട്? നമുക്ക് ഈ ആക്ട്രസിനോട് ഒരു മതിപ്പ് തോന്നണ്ടേ? പറ്റുന്നതൊക്കെ ചെയ്തേക്ക്. എന്താ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എഴുതി കൊടുക്കേത് ചെയ്ത് വരട്ടെ. നല്ല ക്വാളിറ്റി ഉള്ള പരിപാടിയാ. കമന്റ്സിലേക്ക് ഒന്ന് പോവാം. അത് ശരിയാ, നല്ലൊരു പ്രവണതയാണത്. ശ്രീദേവി ആഫ്റ്റർ ദ ഐക്കോണിക് അവതാർ ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം നെക്സ്റ്റ് നാഷണൽ അവാർഡ് വിന്നിംഗ് ഐറ്റം തേക്കപ്പെട്ട സുന്ദരി. I have only one word in Malayalam for this. Correct. Nice comment. ആദരാഞ്ജലികൾ. I need subtitles for the Malayalam she was speaking. Authentic. That Malayali themselves need a translator. ആർക്കും മലയാളം മനസ്സിലായിട്ടുള്ള പരാതി. ഇവരെന്താന്നറിയോ, ഇവര് PR വെച്ചിട്ട് വേണ്ടാത്ത കമന്റ്സ് ഒക്കെ വിത്ത് ദിവസം പരമസുന്ദരി നമ്മള് പറ പരമനാരി. മലയാളം മനസ്സിലായിരുന്നില്ല, പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ശാലിനി ഉണ്ണികൃഷ്ണൻ. ശാലിനി ബി ലൈക്ക് ഫൈനലി എ വർത്തി ഒപ്പോണന്റ്, അവർ ബാറ്റിൽ വിൽ ബി ലെജൻഡറി. എനിക്ക് ഒത്ത എതിരാളി തന്നെയാണ് ശാലിനി ഉണ്ണികൃഷ്ണൻ മറ്റേ കേരള സ്റ്റോറീസില്. ഇത് കറക്റ്റാ. എന്റെ പൊന്നു പരംസുന്ദരി നമ്മുടെ സ്റ്റെഫി സബാസ്റ്റിൻ എഴുതിയിരിക്കുകയാണ്. വി ഡോണ്ട് യൂസ് ജാസ്മിൻ ഫ്ലവേഴ്സ് എക്സെപ്റ്റ് ഫോർ ഓണം, മാരേജ് ആൻഡ് അതർ കൾച്ചറൽ ഫെസ്റ്റിവൽസ്. കറക്റ്റ്. വെറുതെ ഒരു ആവശ്യമില്ലാതെ മുല്ലപ്പൂ ചൂടി നടക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ട ഓർമ്മ എനിക്കില്ല. എന്തെങ്കിലും ഫെസ്റ്റിവൽസിന് മാത്രമേ കണ്ട ഇതുള്ളൂ. പിന്നെ അവൻ ട്രിഗറായ പോലെ പെട്ടെന്ന് മാമ ശരിക്കും എന്താണ് അവിടെ കൊച്ചിയില് പരിപാടി? നല്ല റേറ്റ് ആണ്, കിട്ടൂല. സഹിക്കൂ. അടുത്തത് വി ഡോണ്ട് യൂസ് ബാംഗിൾസ് ലൈക്ക് നോർത്ത് ഇന്ത്യൻസ്. അത് കറക്റ്റ്. വളമ്പള അധികം കുപ്പിവള അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇത് മാമ അത് അണക്കുള്ള കമന്റ് ആണ്. വി ഡോണ്ട് വിയർ മേക്കപ്പ് ഇൻസൈഡ് അവർ ഹോം. ജാൻവി കപൂർ ഫുൾ മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് അതില്. വി ഡോണ്ട് വെയർ സാരീസ് ഓൾ ദ ടൈം. കറക്റ്റ്. ഇത് വീട്ടിലെത്തി അപ്പൊ തന്നെ സാരി എടുത്തിട്ടു. വി ഡോണ്ട് അക്സെപ്റ്റ് നെപ്പോ ബേബീസ് അക്സെപ്റ്റ് സ്കിൽസ്.
അത് നെപ്പോട്ടിസം താങ്ങിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ വിധി. വെച്ചെടുക്കാൻ പറ്റുന്ന സിനിമ എടുത്തു, അതാണ്. അല്ല സിനിമേനെ കറക്റ്റ് വേണ്ടി ജാൻവി കപൂറിനെ എടുത്തതല്ല. ജാൻവി കപൂറിന് വേണ്ടി ഒരു സിനിമ എടുത്തു, സിമ്പിൾ. ആകെ മനസ്സിലായ മലയാളമാക്ക് മണ്ണുണ്ണിയാ. ഇത് കറക്റ്റാ. നെക്സ്റ്റ് നാഷണൽ അവാർഡ് നോമിനേഷൻ തേക്കപ്പെട്ട സുന്ദരി. തേക്കപ്പെട്ട സുന്ദരി. തേക്കപ്പെട്ടെന്ന് വെച്ചാൽ തേച്ചതാണോ? അതാണ് തെക്കേപ്പാട്ട് എന്നായാലും ഉദ്ദേശം ഉണ്ടാകുക. തെക്കേപ്പാട്ട്. ഞാൻ തേച്ചതാന്ന് പറയുന്നല്ലോ. അല്ല തേക്കപ്പെട്ട് തേപ്പ് കിട്ടിയിട്ട് നാട്ടിലേക്ക് വന്നാണെങ്കിലോ അങ്ങനെയൊക്കെ ആവുമല്ലോ. അതല്ല, ഒരാള് സ്വയം തന്നെ സുന്ദരിയാണ് പേരാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോഴേ ഇപ്പൊ എനിക്കിപ്പോ എന്റെ സുന്ദരൻ എന്നാണ് എന്റെ അച്ഛൻ പേരിട്ടെങ്കിൽ ഞാനത് പുറത്ത് പറയില്ല. രമേഷ് സുരേഷ് ഒക്കെ പറയുള്ളൂ, അല്ലാതെ ഞാൻ സുന്ദരനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കോ? അത് മാമ നമ്മളെ ഈ ജനറേഷനിലെ സുന്ദരനുള്ള പേരില്ലാത്ത, നമ്മൾ ജസ്റ്റ് നമ്മളെ ഫാദർക്ക് ആ ജനറേഷനിൽ സുന്ദരനുള്ള പേരിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ നമ്മളത് ആ സെൻസിൽ വിളിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പടം കാണിക്കുന്നത് ഈ ഒരു ഇങ്ങനത്തെ ഒരു പേര് കുട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ട്രോമയാവും. കുട്ടി ആ പേരൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. മറ്റേ പേരിലടാ, കോമളൻ എന്നുള്ള പേരില്ലേ, കോമളൻ. ഇത് പറയാൻ വേണ്ടി ഞാൻ പറയാം. നമ്മളൊരു കൂട്ടുകാരൻ പഠിച്ചത് ഇപ്പൊ നാട്ടിൽ എഞ്ചിനീയർ വർക്ക് അവൻ പഠിച്ചത് കോമള ITI എന്നാണ് പഠിച്ചത്. കോമള ITI എന്നാ പഠിച്ചത്. പക്ഷെ ആരെയും പഠിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ITI എന്നാ പഠിച്ചത് പറയുന്നത്, കോമള എന്ന് പറയില്ല. വേറെ കൂട്ടുകാരൻ പഠിച്ചത് ആമിന ITI എന്നാ, ഓരും പറയില്ല ആമിന എന്നാ പഠിച്ചത്. പറ്റിയില്ലടാ. ഇവിടെ അവിടെ ഇതില്ലേ എഞ്ചിനീയറിംഗ് കോളേജില്ല, അമ്മിണി കോളേജ് ഉണ്ട്. മോനെ നമ്മള് നെഹ്റു എന്ന് പറയുമ്പോ അത് വെച്ചാല് ഈ അമ്മിണി കോളേജ് എന്ന് പറയുമ്പോ നമ്മള് പശുവിനെ ഓർമ്മ വരുന്നത് പെട്ടെന്ന്. സാധാരണ അമ്മിണി പശു പണ്ടൊരു പാട്ടില്ലേ പരം 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 സുന്ദരി. ആ അതേ പറയാം, ഇതില് നല്ല കണ്ടിരിക്കുകയാണ്. ആ സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. റഹ്മാന്റെ മ്യൂസിക് ആയിരുന്നു. റഹ്മാന്റെ മീൻകാരന്റെ പേര് പറയുന്നത് നിങ്ങള് ഒപ്പം പഠിച്ചു വന്നല്ലോ, കുറച്ച് ബഹുമാനൊക്കെ കൊടുക്കണേ. നമ്മളെ മലപ്പുറത്തുനിന്നാണേ, നമ്മളതിനെ പറയുള്ളൂ. അതെ അതെ അതെ. മൂപ്പരൊരു മലയാളിയാണോ? കുഴപ്പമില്ല. ഏറുമാനോ മലയാളിയാ? മൂപ്പര് മലയാളി. ഓ ഞാൻ കംപ്ലീറ്റ് തമിഴാന്നാ വിചാരിച്ചത്. മൂപ്പര് പേര് എന്താ പറയാ, ദിലീപ് കുമാർ എന്നല്ലേ മൂപ്പര് പിന്നെ മാറിയത്. ആ യോധയിലൊക്കെ മ്യൂസിക് ചെയ്യാൻ വരുന്ന സമയത്ത് അന്നൊക്കെ ദിലീപ് കുമാർ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ഒരു വോയിസ് നമ്മള് ഏകദേശം അത് കറക്റ്റാ. ബീങ് എ മലയാളി ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷി വാസ് സെയിങ്. നെക്സ്റ്റ് ടൈം യു മേക്ക് സംതിങ് ആൻഡ് സോ കോൾഡ് ഫ്രം സൗത്ത്, അറ്റ്ലീസ്റ്റ് വിസിറ്റ് ദ പ്ലേസ് ഓർ വാച്ച് സം മൂവീസ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അത് കറക്റ്റ്. പക്ഷേ അതാ തെറ്റ്. ഇവർ ചെയ്താൽ എന്താ അറിയോ, ഇവർ ചില സിനിമകൾ മൂവീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. മൂവീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നാട്ടിലിറങ്ങി ഒന്ന് നോക്കിയാൽ മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതോടാ സിദ്ധ് എന്താ പറയാ, സിദ്ധിന്റെ ഒരു എനർജിനെ കുറിച്ച് ഒരു സാധനം. അല്ല മൂപ്പര് പൊളി തന്നെയാ. മൂപ്പർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും നേരം പറഞ്ഞാലും മൂപ്പരെ കുറ്റം പറഞ്ഞിട്ടില്ല. ആ മറ്റേ മൂപ്പര് ആ വൈബ്, ആ എനർജി, ആ ഫെസ്റ്റിവൽ ഇതിന് മാച്ച് ആവുന്നുള്ള ഒരു നൈസായി കറക്റ്റ് ആണ്. അതിൽ കൂടുതൽ എഫേർട്ട് ഇടാനില്ല, കാരണം മൂപ്പര് ബേസ് അത് തന്നെയാണ് പിടിച്ചാൽ മതിയല്ലോ, വേറെ ക്യാരക്ടർ മാറ്റി പിടിക്കൊന്നും വേണ്ടല്ലോ. അതെ കറക്റ്റ്. എനിക്ക് ഇതില് ഒറ്റ വാക്കായിട്ട് ഇപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോ എന്ത് പറയാനാ, അവരുടെ സന്തോഷമായി. ആ കമന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വരായി അപ്പോ അതെ. അല്ല എനിക്ക് എന്താന്നറിയോ, ഭയങ്കര ദാരിദ്ര്യം ഇപ്പൊ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മലങ്കൾട്ട് ആസ്വദിക്കാനെങ്കിലും ഇതൊക്കെ പോയി കാണുന്നു. പക്ഷെ 100-500 റുപ്യ കൊടുത്ത് ഇതൊക്കെ കാണണ്ടേന്ന് ആലോചിക്കുമ്പോ പറ്റൂല. ആ സമയത്ത് വേറെ നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട് കാണാൻ. ഓണം ടൈമാണ്. ഏതാ വരുന്നത്? ഹൃദയപൂർവ്വം ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടാവില്ല എന്തായാലും ഇത് കാണാൻ. സമയത്തിന്റെ പ്രശ്നമില്ല മാമ, സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പൈസയാണ് പ്രശ്നം. എന്താണത്? ഓടുംകുതിര ചാടുംകുതിര അങ്ങനത്തെ പടല്ലേ? ഇല്ല, കുതിരക്ക് കൂവേണ്ടേ? അല്ല, ഇങ്ങനെ എന്താണ്? പിന്നെ ഇതിൽ എനിക്ക് ഒരു പുച്ഛം തോന്നിയൊരു സീനാട്ടോ. ബാസീഗറിന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഇവിടെ മുഖത്തേക്ക് വെക്കും. ബാസീഗർ കണ്ടിട്ടില്ല. ഓ ഞമ്മക്ക് പിന്നെ നമ്മളൊന്നും വിവരമില്ലാത്തവരെ പോലെ, അതായത് സിനിമയൊന്നും കാണാത്ത പോലെ ഇതൊന്നും കണ്ടു നോക്കാം. നല്ല രസാ. हार करके लोगों का दिल जीतना आता है। हार के जीतने वाले को बाजीगर कहते हैं.
नहीं देखी मलयालम में डब हुई क्या പിന്നെ നായികയ്ക്ക് തന്നെ മലയാളം അറിയില്ല, ഓക്കാനെ സബ് ടൈറ്റിൽ വേണ്ടി വരും കാണാൻ. പിന്നെ ഇംഗ്ലീഷില്. എടാ ബാസീകറിനെ കുറിച്ചാണോ പറഞ്ഞത്? ഹിന്ദി ആ. അല്ല, ഞാൻ എന്താണോ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ തന്നെ പ്രൂവ് ചെയ്ത്. ഞാൻ എന്താ പറയാൻ വന്നത്, നമ്മൾ മലയാളികൾ അത്രയും വിവരമില്ലാത്തവരാണ്. നമ്മൾ ബാസികളൊക്കെ കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയോ, ഇംഗ്ലീഷ് സിനിമ നമ്മൾ കണ്ടിട്ടില്ല എന്ന് അത് ഞാൻ തെളിയിച്ചു. അത് ഞാൻ ഈ ടീമിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഒബ്സർവേഷൻ കറക്റ്റ് ആയിരുന്നു. ഹിന്ദിയില് ഇംഗ്ലീഷ് സബ് കണ്ടൂടെ? മനസ്സിലായി. എന്തായാലും ലോക്കൽ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ പടം ഹിറ്റ്. എടാ ദിലൂപി കണ്ടിരിക്കുന്നത് ബാസീകർ സിനിമ എടുക്കുന്നോന്ന് കണ്ടിട്ടുണ്ടോ? നമുക്ക് അടുത്ത ട്രെയിലറിലേക്ക് പോകും. ശരിക്കും ശശിയായല്ലോടാ അഖിലേക്ക് കണ്ടിരിക്കോ? മാനം കാത്തു 50-50. ആരാ നടൻ? അതൊന്നും എനിക്കറിയില്ല. എടാ ബാസീകറിലെ ഹീറോ ആരാന്ന് അറിയില്ല എനിക്ക്. ഈ ആണോ? അല്ലടാ ഞാൻ നമ്മക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ആകെ ഒരു ബാസികർ അറിയില്ല. മറ്റേ പാണ്ടിപ്പടയില് പറയുന്നുണ്ടോ എനിക്ക് മറ്റേ പാട്ടിലെ ബാസികരോ അതെ, ഷാരൂഖ് ഖാന്റെ സിനിമ. ആ ഹിറ്റ് പടമാണത്. അതായത് നമ്മൾ കുറെ പടം കണ്ടു, അതിന്റെ പേര് നമുക്ക് അറിയാനുള്ളൂ. അത്രേ ഉള്ളൂ. അതെ ഓക്കെ. അപ്പൊ 50-50 അതുകൊണ്ട് പോയിന്റ് ഇല്ല. ഇപ്പം കയ്യിൽ നിന്ന് പോയി ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ബാസികർ അതല്ലടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? ബാസീകറിന്റെ ഹീറോ ആരാന്ന് പറഞ്ഞപ്പോ ബാസീകർ ഭയങ്കര ഹിറ്റ് പടാണ്. മറ്റേ ആട് നമുക്ക് പാല് തരും, ആടിന്റെ അമ്മ നമുക്ക് പാല് തരും, ആടിന്റെ അമ്മ നമുക്ക് പാല് തരും. അതേപോലെ ഇതൊക്കെ എടുത്ത് ഇട്ടാണല്ലോ തീർന്ന് ഒരു വിവരമില്ലാത്ത കണ്ടില്ല വെച്ചിട്ട് മലയാളി അല്ലാണ്ടിരിക്കുവോ? അതെ. അല്ല, ഞാനവിടെ കൊയ്യായത്, വേറെ എന്ത് ചെയ്യൂ. എന്തായാലും നന്നായി. കെവിയെ എൻഡിങ് നോട്ട് അടിച്ചോ? അല്ല മാമൻ ഇപ്രാവശ്യം മാമൻ ചെയ്യും. കാരണം മാമനാ ഇതില് സ്കോർ ചെയ്ത്. എന്ത് പറയാനാ പോ? എന്തോടാ ഇത്, മൗനാചാരോ? പറയട്ടെ, തെക്കേപ്പാട്ട് സുന്ദരിയും സഹൃദയരെ തെക്കേപ്പാട്ട് സുന്ദരി, പൂരങ്ങളുടെ പൂരമായ മലയാളം അറിയാത്ത ഒരു പെണ്ണും ഓള ചെക്കനും കൂടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. എന്റെ മലയാളം കൊറേ. എടാ ഇത് കണ്ടിട്ട് മലയാളം എന്റെ കയ്യിൽ നിന്ന് പോയോ? മറന്നു വേടാ മലയാളം. ഇങ്ങനത്തെ കാണേണ്ട മലയാള സിനിമയിൽ പോയി കാണേണ്ടി വരും. അപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓണം റിലീസിന് കോമ്പിറ്റ് ചെയ്യാൻ വരുന്ന പടത്തിലുള്ള ഒരു പടമാണ് പടം ഓരോ സമയത്ത് ഓരോ പാട്ട് കുത്തി കേട്ടണം. ആ സമയത്ത് ആരെങ്കിലും എന്നെ അവസാനിപ്പിക്കാൻ തന്നാ ഞാൻ പറയുന്നില്ല, എന്നെ തീർക്കത്. എനിക്കൊന്നും പറയില്ല. പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ പരം സുന്ദരിയുടെ ട്രെയിലർ കണ്ടു. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബാക്കി പടം ഇറങ്ങിയിട്ട് കാണണ്ട. OTT സമയം ഉണ്ടെങ്കിൽ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ട്രോളോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പടം റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പെത്തിരി പറഞ്ഞോട്ട് നിർത്തുന്നു. നന്ദി. ഇത് പ്രതീക്ഷയുടെ കാര്യത്തിൽ മാം പറഞ്ഞ പോലെ തന്നെയാണ്. വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് വേറെ സമയത്തിന് പ്രശ്നങ്ങളില്ല, പൈസക്ക് പ്രശ്നമില്ലാത്ത വേറെ കണ്ടിരിക്കാൻ ഒരു കളർഫുൾ ആയിട്ടൊരു സാധനം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാന്നുള്ള രീതിയിൽ ഒരു പടമായിട്ട്, അല്ലാണ്ട് സിനിമ സീരിയസ് ആയിട്ട് കാണുന്നതോ കൂടുതൽ ഇന്റലക്ച്വൽ ആയിട്ട് കാണുന്നവർക്കൊന്നും പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒരു കളർഫുൾ ഒരു മസാല പടം പോലെ ഒരു കാണാനിരിക്കാന്നുള്ള ഒരു സാധനമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവും. പ്രതീക്ഷിക്കാം. തെക്കേപ്പാട്ട ബാലാമണിയമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഡയലോഗിലൂടെ പറഞ്ഞിട്ട് ഈ പരിപാടി നിർത്താം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so
കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.